നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം കേരളത്തോട് പണം ചോദിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പ്രശ്നങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കാൻ ശ്രമിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. TCVയുടെ സംവേദനം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട് ദുരിത രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയെ ധരിപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പണം നൽകാൻ സംസ്ഥാനത്തിന് കഴിയാത്ത സാഹചര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ നടപടി നീതീകരിക്കാൻ ആകാത്തതാണെന്നും ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും രാജൻ ആരോപിച്ചു. പവർ ബ്രോക്കർമാർ സമ്മർദ്ദം ചെലുത്തിയാണ് വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതെന്ന് AICC അംഗം രമേശ് ചെന്നിത്തല. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ CPMന്റെ ആളുകളാണെന്നും ചെന്നിത്തല. വഴുക്കുംപാറ ഉറവുംപാടത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് 14 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പത്താങ്കല്ല് ഉറവുംപാടം കുടിവെള്ള ടാങ്ക് റോഡിനോട് ചേർന്ന മരം വീണത്. ഓണക്കാല വിലക്കുറവ് സൃഷ്ടിച്ച തളർച്ചയിൽ നിന്നും കർഷകർക്ക് ആശ്വാസമായി നേന്ത്രക്കായയ്ക്ക് വിപണിയിൽ വിലയേറുന്നു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള നേന്ത്രക്കായയുടെ വരവും കേരളത്തിലെ വിളവെടുപ്പും കുറഞ്ഞതാണ് നേന്ത്രക്കായയ്ക്ക് ഡിമാൻഡ് വർദ്ധിപ്പിച്ചത്. തൃശൂർ ശക്തൻ നഗറിൽ പ്രവർത്തിക്കുന്ന സൂര്യ സിൽക്സിൽ തീപിടുത്തം. ജീവനക്കാരും കസ്റ്റമേഴ്സും ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടമൊഴിവായി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന തലയിൽ വീണ് മരിച്ച ബൈക്ക് യാത്രക്കാരി പുതുക്കാട് സ്വദേശി ആൻ മരിയയുടെ സംസ്കാരം പാഴായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്നു. കോതമംഗലം മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിനിയാണ് ആൻ മരിയ. വെള്ളറക്കാട് സെന്ററിൽ വഴി യാത്രക്കാർക്ക് ഭീഷണിയായി നീർക്കാക്കകൾ വസിച്ചിരുന്ന ആൽമര കൊമ്പുകൾ മുറിച്ചുമാറ്റി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമന്റെ സാന്നിധ്യത്തിലാണ് ആൽമരത്തിന്റെ കൊമ്പുകൾ മുറിച്ചുമാറ്റിയത്. തൃശൂർ നഗരത്തിൽ സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഏതാനും ദിവസം മുൻപായിരുന്നു യുവാവിന്റെ അഭ്യാസ പ്രകടനം. യുവാവിനെ ഇതുവരെ തിരിച്ചറിയാനോ കണ്ടെത്താനോ ആയിട്ടില്ല. ഇരിങ്ങാലക്കുട ആനന്ദപുരത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. നേരെപ്പറമ്പിൽ 73 വയസ്സുള്ള പോളാണ് മരിച്ചത്. സംസ്ഥാനത്ത് 5 ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പുതിയ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കാഞ്ചേരി പാർലിക്കാട് നൈമിഷാരണ്യത്തിലെ പരമതത്വ സമീക്ഷാ സത്രം ഈ മാസം 20 മുതൽ 29 വരെ നടക്കുമെന്ന് സത്രസമിതി സെക്രട്ടറി സ്വാമി നിഗമനാനന്ദ തീർത്ഥ കൊല്ലം രാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി ആപ്ത ലോകാനന്ദ ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലത്തിൽ കഥകളി അവതരണവുമായി വീണ്ടും വനിത. സ്ത്രീവേഷവുമായി നന്ദിത എന്ന വിദ്യാർത്ഥിയാണ് അരങ്ങിലെത്തിയത്. CPM വള്ളത്തോൾ നഗർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി നെടുമ്പുര ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഴയകാല പാർട്ടി പ്രവർത്തകരെ ആദരിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. വടൂക്കരപ്പാറയിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. പഞ്ചവാദ്യത്തിന്റെയും താലപ്പൊലിയുടെയും തേരിന്റെയും ഗജകേസരിയുടെയും അകമ്പടിയോടെ നടന്ന വിളക്കാഘോഷത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി യൂണിറ്റ് കമ്മിറ്റി സൌഹൃദ ഛായ എന്ന പരിപാടി സംഘടിപ്പിച്ചു. വെട്ടിക്കാട്ടിരി സെന്ററിൽ ഷാഹുൽ ഹമീദ് അസ്ഹരി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി KP വിശ്വനാഥന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാദത്ത് ചെറിയെടുത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സെക്കൻഡറി സ്കൂൾ അധ്യാപക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആളൂരിൽ സംഘടിപ്പിച്ചു. സംഘം മുൻ പ്രസിഡന്റ് AN വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓൾ കേരള കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. സമാപന യോഗം തൃശൂർ അതിരൂപത ഗായക സംഘം ഡയറക്ടർ ഫാദർ ബിജു പാടേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI അയ്യന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു.
AKTA തിരൂർ ഏരിയ മുണ്ടത്തിക്കോട് യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം PN പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് 8ാം വാർഡിലെ പുത്തൻപീടിക മുറ്റിച്ചൂർ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി യമഹ ബൈക്ക് മോഷ്ടിച്ച സംഘത്തിലെ 3 പേർ കൂടി പിടിയിലായി. മേത്തല ചിത്തിരവളവ് കോന്നത്ത് വീട്ടിൽ സുമേഷ്, കണ്ണംകുളം കോന്നംപറമ്പിൽ അദിനവ്, അഴീക്കോട് തയ്യിൽ വീട്ടിൽ വിജിൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴയിലെ വയലാർ കലാസാംസ്കാരിക വേദി സംഘടിപ്പിച്ച പാട്ടിന്റെ വഴിയെ ഗാനാലാപന പരിപാടിയിൽ കൊടകര അഴകം സ്വദേശിനിയും സംഗീത അധ്യാപികയുമായ അജിത സുരേഷ് 1ാം സ്ഥാനം നേടി. ആനന്ദപുരം സ്വദേശിയും വാദ്യകലാകാരനുമായ അജി വടക്കൂട്ടിന് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃക്കൂർ യൂണിറ്റ് സമ്മേളനം ആലങ്ങാട് നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 39ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം തൃശൂരിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. എടതിരുത്തി പഞ്ചായത്ത് 7ാം വാർഡിൽ ഭാവന അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ശിലാസ്ഥാപനം നിർവഹിച്ചു. കൂരിക്കുഴി 18 മുറി ജാറമംഗണത്തിൽ ആണ്ട് നേർച്ചയും റിഫായി റത്തീബും നടന്നു. രാവിലെ നടന്ന മൗലീദ് മജ്ലിസിന് കൂരിക്കുഴി മഹല്ല് ഖത്തീബ് സ്വാദിഖ് കാമിൽ സഖാഫി നേതൃത്വം നൽകി. ചെമ്മണ്ണൂരിൽ വൻ കഞ്ചാവ് വേട്ട. 1 കിലോ കഞ്ചാവുമായി ചുവല്ലൂർ സ്വദേശി അൻസാറിനെ കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ അധ്യാപക അനധ്യാപക കൂട്ടായ്മ സംഘടിപ്പിച്ചു. റിട്ടയേർഡ് AEO സോമരാജൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പടി തിരുനാളിന്റെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി ഒരുക്കുന്ന പ്രമോ വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങി. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഒല്ലൂർ ക്രിസ്റ്റഫർ യൂണിറ്റ് സമ്മേളനം നടന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വികലാംഗ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അവണിശ്ശേരി യൂണിറ്റിന്റെ 7ാം വാർഷികവും കുടുംബസംഗമവും പാലശ്ശേരി ഗുരുശ്രീ വിദ്യാനികേതൻ സ്കൂളിൽ നടന്നു. തൃശൂർ റോയൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം വിളംബര മാരത്തോൺ സംഘടിപ്പിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന മാരത്തോൺ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിജി വനജകുമാരി മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മറ്റത്തൂർ 19ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മന്ത്രി KP വിശ്വനാഥന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കോൺഗ്രസ് പുതുക്കാട് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി, മുൻ വാർഡ് മെമ്പർ കൃഷ്ണൻകുട്ടി നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് വാട്സ്ആപ്പ് കൂട്ടായ്മയും യുവജനങ്ങളും പ്രവാസികളും ചേർന്ന് 3 മുറി അമ്പ് ഫെസ്റ്റിന്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. അമ്പ് ഫെസ്റ്റ് ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 145ാം ജന്മദിനം പറപ്പൂർ സെന്റ് ജോൺ നെബുൻസ്യൻ ഫെറോന ദേവാലയത്തിൽ ആഘോഷിച്ചു. ദിവ്യബലിക്ക് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചേരുന്ന മണലൂർ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ച് ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ നടത്തി. റിട്ടയേർഡ് അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ KJ ഒനിൽ സെമിനാറിന് നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടവകയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ക്രിസ്തുമസ് പുൽക്കൂടും പാരിതോഷികവും നൽകി. പ്രസിഡന്റ് സൈമൺ മഞ്ഞളി, സെക്രട്ടറി ഗ്രേസി ബാബു, വിൻസെന്റ് കുന്നംകുടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിൽ നടത്തിയ 62ാമത് ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി റോഷൻ PR ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. പാലക്കാട് നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയതാണ് റോഷൻ കേരളത്തിന് അഭിമാന താരമായത്. കുരിച്ചിറ സെന്റ് ജോസഫ് മോഡൽ HSSലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റോഷൻ. ഗ്രീൻ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടത്തുന്ന തൃശൂർ ഫ്ലവർ ഷോയുടെ ലോഗോ പ്രകാശനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.